ഇന്ന് അമ്മൂസൻ കാക്കാക്ക് ഒരു പൂതി മധുഹൂത്ത് വെച്ചുണ്ടാക്കി കഴിക്കണമെന്ന്. നമ്മൾ കട്ട സപ്പോർട്ടേക്ക് കൂടെ ഉണ്ടെങ്കിൽ പിന്നെ എന്തിനു മേടിക്കണം? ഇന്നിനി മധുഹൂത്ത് വെച്ചുണ്ടാക്കി കഴിച്ചിട്ടേ ബാക്കി കാര്യമുള്ളൂ. അങ്ങനെ ഉപ്പ് കിച്ചണിൽ കയറി യുദ്ധമൊക്കെ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. കുക്കറിൽ എന്തൊക്കെ ഇട്ട് വഴറ്റുന്നതും കണ്ടു, മിക്സിയിൽ എന്തൊക്കെ ഇട്ട് അരക്കുന്നതും കണ്ടു. പിന്നെ ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ് ഒന്നും ചോദിച്ച് വന്നേക്കരുതേ, ഞാൻ ഒരു നോക്കുകുത്തി മാത്രമാണ്, വേറൊരു ഹെൽപ്പും എന്നെ കൊണ്ടില്ല. എന്നാലും ഉള്ളിൻ തക്കാളിയൊക്കെ വഴറ്റുന്നതും കണ്ടു, എന്തൊക്കെ കുറേ പൊടികൾ കിടന്ന് വെതറുന്നതും കണ്ടു കേട്ടോ. ഇപ്പം മനസ്സിലായില്ലേ നേരത്തെ ഞാൻ പറഞ്ഞുള്ള സപ്പോർട്ടിൻ്റെ അർത്ഥം? ഇങ്ങനെയൊക്കെയല്ലേ എനിക്ക് സപ്പോർട്ട് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. ഞാനേതാ മോള്. എന്തായാലും സംഭവം കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ നല്ല മധുഹൂത്ത് മണമൊക്കെ വന്ന് തുടങ്ങിയിരുന്നു കേട്ടോ. മധുഹൂത്ത് വെച്ചുണ്ടാക്കാൻ അറിയത്ത് ഞാനെങ്ങനെ മധുഹൂത്തിൻ്റെ സ്മെല്ല് പറയുന്നതെന്നായിരിക്കും അല്ലേ. കടയിൽ നിന്ന് മേടിച്ച് കഴിച്ചതിൻ്റെ ഒരു എക്സ്പീരിയൻസ് ഉണ്ട്. ഉപ്പൊക്കെ ഇങ്ങനെ ഓരോ പൂതി മുളക്കുന്നത് കൊണ്ട് നമുക്കിതൊക്കെ കഴിക്കാനായി. അങ്ങനെ അരിയും ചിക്കനും ക്യാപ്സിക്കും ക്യാരറ്റും അങ്ങനെ സകലമാന പലചരക്കുകളൊക്കെ ചേർത്തുണ്ടാക്കിയിട്ട് ഏറെ നേരത്തെ അധ്വാനത്തിന് ശേഷം നമ്മുടെ മധുഹൂത്തോടെ റെഡിയായിരിക്കുകയാണ് ഗായ്സ്. എൻ്റെ അമ്മായപ്പനായതുകൊണ്ട് പറയല്ല കേട്ടോ, സംഭവം ഒറിജിനൽ മധുഹൂത്ത് മാറി നിൽക്കുന്ന ടേസ്റ്റ് ആയിരുന്നു. ഹാ 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 ഹാ. പിന്നെ ഫൈനൽ റിപ്പോർട്ട് പറയേണ്ട ആൾ ഉപ്പ് തന്നെയാണല്ലോ. ഉപ്പ് വെച്ചുണ്ടാക്കിയോണ്ടാണെന്ന് തോന്നുന്നു. ഉപ്പ് തന്നെ പറഞ്ഞു നല്ല ടേസ്റ്റ് ഉണ്ട്, ഒരു ഇത്തിരി എരി കൂടുതലാണെന്ന്. അത് പിന്നെ പ്രാക്ക് കിട്ടാണ്ടിരിക്കാൻ എന്തെങ്കിലുമൊക്കെ ഒരു കുറവ് വേണ്ടേ, അങ്ങനെ അങ്ങ് കൂട്ടി. ഇതുപോലെ പലതും ഉണ്ടാക്കാൻ ഉപ്പാക്ക് തോന്നിക്കണേന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ബൈ.